അതുകൊണ്ട് തന്നെ ഇത്ര നേരം പറയാതിരുന്നു ഈ സാറ് അവർക്ക് സപ്പോർട്ടാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ പോലീസുകാരെയും കുറ്റപ്പെടുത്താറില്ല, എന്നാൽ എല്ലാ പോലീസുകാരെയും കുറ്റം പറയിപ്പിക്കാൻ വേണ്ടി ചില പോലീസുകാരുണ്ട്. പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ പോലീസുകാർ പരാതിക്കാരനോട് പെരുമാറുന്ന രീതി പലപ്പോഴും പല വാർത്തകളായിട്ടുണ്ട്. ഇപ്പോഴിതാ സമാനമായ ഒരു വാർത്ത കോട്ടയത്ത് നിന്നും വരികയാണ്. കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ പരാതിയുമായി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ പരാതിക്കാരനെ പോലീസ് ഉദ്യോഗസ്ഥൻ അസഭ്യം പറയുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ ASI മനോജിനെതിരെയാണ് ആരോപണം. കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ കുറിച്ചി സ്വദേശി വികാസിനെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷന് മുന്നിൽ വെച്ച് പരസ്യമായി അസഭ്യം പറയുന്നത്. ആ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, ഒന്ന് കാണാം. ചോദിക്കാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ സാറേ എനിക്ക് ഇന്നലെ പറയാനുള്ള സാവകാശവും ഇല്ലായിരുന്നു, എനിക്ക് അതിനുള്ള സിറ്റുവേഷനും അല്ലായിരുന്നു. ഈ സാർ അവർക്ക് സപ്പോർട്ടാണ് സാറേ, അതുകൊണ്ട് തന്നെ ഇത്ര നേരം പറയാതിരുന്നു ഈ സാർ അവർക്ക് സപ്പോർട്ടാണ്. സാറതൊന്ന് തെറി വിളിക്കുന്നല്ലേ? ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, ഉള്ള കാര്യം പറഞ്ഞു. എന്നാന്നറിയോ, അവളുടെ അവരുടെ വീട് ഇത് വന്ന അന്ന് തന്നെ പരാതി കൊടുത്തത് അന്ന് തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഞാൻ ഒരു നടപടി ഉണ്ടാക്കില്ലെന്നുള്ളത് എനിക്ക് അന്ന് വ്യക്തമായ കാര്യമാണ്. അന്ന് എനിക്ക് കറക്റ്റായിട്ട് വ്യക്തമായ കാര്യം. പിന്നെ ആരാ ചെയ്തത്? ഓടി നടന്ന വണ്ടി കച്ചവടമാക്കി അവർക്ക് പൈസ. എനിക്ക് അങ്ങനെ വേണ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ ഈ കാര്യം അവരോട് പറഞ്ഞാൽ മതിയാണല്ലോ. ഇത് കൊടുത്താൽ സാറോട് പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. അനൂപിന്റെ ഭാര്യ എന്നോട് പറഞ്ഞെന്നറിയോ? അനൂപിന്റെ ഭാര്യ നിങ്ങൾ പൈസ കൊടുത്തില്ലേലും ഒരു കുഴപ്പമില്ലെന്ന് ഈ സാറിന്റെ പേരണ മനോജ് സാറ് പറഞ്ഞത്. സാറ് വിളിച്ചോ, അവളെ വിളിച്ചോ, അവളെ സാറ് വിളിക്കോ, അവളെ വിളിച്ചിട്ട് എന്നോട് അങ്ങനെ പറയട്ടോ. 3 വർഷം മുൻപ് വികാസ് തന്റെ വാഹനം പണയം വെച്ച അയൽവാസിക്ക് 4 ലക്ഷത്തോളം രൂപ നൽകിയിരുന്നു. ഈ പണം തിരികെ ആവശ്യപ്പെട്ടിട്ടും ഇവർ നൽകാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് വികാസ് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച 3 ലക്ഷത്തോളം രൂപ അയൽവാസികൾ വികാസിന് തിരികെ നൽകി. ഇതിനുശേഷം പണം തിരികെ ലഭിക്കാതിരുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വികാസ് തന്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ബാക്കി പണം ലഭിക്കുന്നത് സംബന്ധിച്ച വികാസ് പോലീസ് സ്റ്റേഷനിൽ എത്തി PRO ആയ ASI മനോജിനോട് പരാതി പറഞ്ഞു. ഇതിനിടെ മനോജ് വികാസിനെ അസഭ്യം പറയുകയും ചെയ്തു. ഈ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവം പുറത്തു വന്നതോടുകൂടി പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. പരാതിക്കാരോട് അടക്കം മാന്യമായി പെരുമാറണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലർ നിലനിൽക്കുന്നതിനിടയിലാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തന്നെ ASI പരാതിക്കാരനെ അസഭ്യം പറയുന്നത്. ഹൈക്കോടതി അടക്കമുള്ളവ ഈ ഒരു വിഷയം പോലീസുകാരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള വലിയ രൂക്ഷമായ വിമർശനം നൽകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം വീഡിയോ കൂടി ഇപ്പോൾ വരുന്നത്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുമോ അല്ലയോ എന്ന കാര്യം ഇനി കണ്ടറിയേണ്ടതുണ്ട്.